വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അതായത് പ്രവർത്തിങ് സമയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാറുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞൊരു 5 വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റത്തെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ലാസ്റ്റത്തെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലുണ്ട്, അതൊക്കെ കണ്ടിട്ട് വരിക. സോ ടൈപ്പ് 5 ചെയ്ത് പറയുമ്പം ടൈപ്പ് 11ാമത്തെ ടൈപ്പ് 12, 13 അങ്ങനെ 3 ടൈപ്പാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്? 4 പേർ ഒരു ജോലി 12 ദിവസം കൊണ്ട്, അതായത് 4M 4 പേര് എന്താണ് 12 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കിയാൽ 6 പേർക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അതായത് 6 ആൾക്കാർ ഇതേ ജോലി എടുത്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? അതായത് ഇവിടെ ആളുകൾ, അതായത് മെന്നും ഈ പറയുന്ന ഡേയ്സും തമ്മിലുള്ള റിലേഷൻ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലൂടെ M1D1 ഈക്വൽ ടു M2D. അതായത് M എന്ന് പറഞ്ഞ ആളുകൾ, D എന്ന് പറഞ്ഞ ഡേയ്സ്. M1D1 ആദ്യത്തെ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട് ഇൻഡു അവർ ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസം ഈക്വൽ ടു രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാർ ഇൻഡു D2. ഈ ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്താണ്, ആദ്യത്തെ ടൈപ്പ് ആൾക്കാർ, ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ്, എത്രയാണ്? 4 ആളുകളാണുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പിൽ 4 ആളുകൾ. ഈ ആൾക്കാർ എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി തീർക്കുന്നത്? 12 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. ഇനി അടുത്തത് 6 ആൾക്കാർ, അടുത്ത ഗ്രൂപ്പിൽ 6 ആൾക്കാരുണ്ട്. അവർ എത്ര ദിവസം കൊണ്ടാണ് തീർക്കണം എന്നറിയില്ല. അപ്പം D2 തന്നെ വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 6ഉം ഈ 12ഉം ഞാൻ കട്ട് ചെയ്യണം. ഇത് 2 4 2 8. D2 എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന 6 ആളുകൾ 8 ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്തു തീർക്കുക. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മൈൻഡിൽ വേണം. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, 10 പേർക്ക് നമ്മൾ ഒരു ജോലി 39 ദിവസം കൊണ്ടും അതേ ജോലി 13 പേർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും? അപ്പം M1D1 ഈക്വൽ ടു M2D2. 10 പേർക്ക്, ആദ്യത്തെ ഗ്രൂപ്പിൽ 10 പേർക്ക് 39 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം. 13 പേർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എന്നുള്ളത് അറിയില്ല. ഈ 13 3 പ്രാവശ്യം കട്ട് ചെയ്യും. അപ്പൊ 30 ദിവസം കൊണ്ടാണ് 30 ദിവസം കൊണ്ടാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ജോലി ചെയ്തു തീർക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് നിങ്ങൾ മൈൻഡ് ഉണ്ടാവണം. M1D1 ഈക്വൽ ടു M2D2. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. 5 ആളുകൾ ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് 10 ടൈം തന്നിട്ടുണ്ട്, ആളുകൾ തന്നിട്ടുണ്ട്. ഈ ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ ഇതേ ജോലി 10 ആളുകൾ 2 മണിക്കൂർ വെച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതായത് എന്ത് തന്നിട്ടുണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ട്? ആളുകൾ, ആദ്യത്തെ സെറ്റ് M1 തന്നിട്ടുണ്ട്. മണിക്കൂർ, അതായത് ടൈം, ഒരു ദിവസം ചെയ്ത് പണിയെടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ടൈമിന് T1. പിന്നെന്താണ്, ഡേയ്സും തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ചെയ്ത് തീർക്കുന്നത് D1 ഡേയ്സ് ഈക്വൽ ടു M2T2D2. ഓക്കെ, അപ്പം M1 എത്രയാണ്, P1 എത്രയാണ്, D1 എത്രയാണ്, M2 എത്രയാണ്, T2 എത്രയാണ്, D2 എത്രയാണ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ പറയുന്ന 5 ആളുകൾ 10 മണിക്ക് 20 ദിവസം എന്നുള്ളതാണ് ഫസ്റ്റ് സെറ്റ്. അപ്പം 5 × 10 × 20 ഈക്വൽ ടു രണ്ടാമത്തെ സെറ്റ് 10 ആളുകൾ 10 × T2 എന്ന് പറയുന്നത് 2 × D2. നമുക്ക് അറിയില്ല, D2 കാണാനാണ് പോകുന്നത്. അപ്പോൾ ഈ 10ഉം ഞാൻ കട്ട് ചെയ്തു. ഈ 2ഉം ഈ 2 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 വരും. അപ്പം D2 എന്ന് പറയുന്നത് 5 × 10 50. അതായത് 50 ദിവസം എടുത്തിട്ടായിരിക്കും ഈ പറയുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാർ 2 മണിക്കൂർ വെച്ചിട്ട് ജോലി ചെയ്ത് തീർക്കാം. ഓക്കെ, വേഗം ജോലി വേഗം ജോലി തീരുക ഫസ്റ്റ് ടൈപ്പിൽ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യനാണ്
ഇത് യൂസ് ചെയ്യുന്നത്. M1 T1 B1 ഈക്വൽ ടു M2 T2 B2. ഓക്കെ, ഇതേപോലെ എന്ന് ചെയ്ത് കൊടുക്കാറാണ് 11 ആളുകൾ M1 D1 T1 ഈക്വൽ ടു M2 T2 T2. 11 ആളുകൾ എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 7 മണിക്കൂർ 7 ഇൻറ്റു 12 ദിവസം 12 ഈക്വൽ ടു അടുത്ത സെറ്റ് അതേ ഒരു ദിവസം 11 മണിക്കൂർ വെച്ച് 4 ആളുകൾ. അപ്പം 4 ഇൻറ്റു D2 അറിയില്ല, T2 11 മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പം ഇതിലുള്ള ഈ 11ഉം ഈ 11 ഞാൻ കത്തയും ഈ 4ഉം ഈ 2ഉം കത്തയും ഇവിടെ 3 ആവും. 7 3 21 D2. അതായത് 21 ദിവസം എടുത്ത ടൈം രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാർ ചെയ്തിട്ടിരിക്കാം. അപ്പം ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണ്. എന്നാലും 6 ആശാരിമാർ 6 ദിവസം കൊണ്ട് 6 കസേര ഉണ്ടാക്കും. 6 ആശാരിമാർ നേരെ M1 തന്നിട്ടുണ്ട്, 6 ദിവസം D1 തന്നിട്ടുണ്ട്, 6 കസേര. ഈ കസേര എന്ന് പറയുന്നത് അയാൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ചെയ്ത് വെക്കുന്ന, അതായത് വർക്കാണ്. അപ്പൊ ആ വർക്ക് W1 തന്നിട്ടുണ്ട്. ആ വർക്കിന് നമ്മൾ താഴ്ത്തുന്നു. ഇതെന്താണ്? ദിവസം, ആളുകൾ, വർക്ക്, പ്രവൃത്തി. അതാണ് ഇവിടെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ M1 D1 by W1 ഈക്വൽ ടു M2 D2 W2. ഓക്കെ, ഇതാണ് ഇതിനെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം എങ്കിൽ 3 ആശാരിമാർ 3 ദിവസം കൊണ്ട് എത്ര കസേരകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ. അങ്ങോട്ട് 6 ഇൻറ്റു D1 എന്ന് പറയുന്നത് 6 ബൈ W1 എന്ന് പറയുന്നത് 6 ഈക്വൽ ടു 3 ഇൻറ്റു 3 ദിവസം 3 ബൈ W2. അപ്പം ഈ 6ഉം ഈ 6ഉം കട്ട് ചെയ്യും. 6 W2 ഈക്വൽ ടു 9, W2 ഈക്വൽ ടു 9 ബൈ 6. 9 ബൈ 6 എന്ന് പറയുമ്പം 1.5 അല്ലെ, 1.5 1.5 ആയിരിക്കും വരാം അല്ലെ, 1.5 ആയിരിക്കും വരാം. അപ്പം 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഇന്ന് ചെയ്ത് തീർത്ത്. അപ്പം വർക്ക് ആൻഡ് ടൈം അല്ലെങ്കിൽ പ്രവർത്തി സമയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ഒരുവിധപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് തീർത്താണ്. അപ്പൊ അത് നമ്മളെ ചാനലിൽ ഓരോ വീഡിയോയും കാണുക. നിങ്ങൾ അഭിപ്രായം പറയാ, കുറവുണ്ടെങ്കിലും കൂടുതലാണെങ്കിലും. അപ്പോൾ അടുത്ത ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളതൊന്നും നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ബൈ.